വന്നു കയറിയ ഉടനെ തന്നെ ഒപ്പക് രാജ്യങ്ങളുടെ വയറ്റത്ത് അടിച്ചുകൊണ്ടാണ് ട്രംപ് തുടങ്ങുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി അമേരിക്കൻ മണ്ണിൽ കൂടുതൽ ഖനന പ്രക്രിയകൾ നടത്തി എണ്ണ സമ്പത്ത് വർദ്ധിപ്പിച്ച് ആഗോള രാഷ്ട്രീയത്തിലേക്ക് പോലും അമേരിക്കൻ അപ്രമാദിത്വം വളർത്താനാണ് ട്രംപ് പദ്ധതിയിടുന്നത്. സൗദിയും UAEയും അടക്കമുള്ള വലിയ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള ട്രംപിന്റെ പുതിയ നയം ഫലം കാണുമോ? നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കാം. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ നിർണായകമായ പല പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. കുടിയേറ്റം തടയുന്നതിനായി മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സ് രാജ്യത്ത് സ്ഥാനമുണ്ടാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ സുവർണ യുഗത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 2025 ജനുവരി 20 രാജ്യത്തിന്റെ വിമോചന ദിനമാണ്. ഇന്നു മുതൽ US അഭിവൃദ്ധിപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യും. അമേരിക്കയെ എല്ലാ തരത്തിലും ഞാൻ ഒന്നാമതെത്തിക്കുമെന്നും അഭിപ്രായപ്പെട്ട ട്രംപ് പനാമ കനാൽ പനാമയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ആഗോള ക്രൂഡ് ഓയിൽ വിപണിയെ ബാധിക്കുന്ന പ്രധാന പ്രഖ്യാപനവും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അമേരിക്ക ഫസ്റ്റ് എന്ന പ്രഖ്യാപിത നയത്തിലൂന്നിക്കൊണ്ട് തന്നെയായിരിക്കും ട്രംപ് മുന്നോട്ട് പോകുക എന്നതിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തെ വിലക്കയറ്റവും ഇന്ധന ചെലവും വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും രാജ്യത്ത് ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഖനനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവനയാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. കാരണം ക്രൂഡ് ഓയിൽ വ്യവസായത്തിൽ മുടിചൂടാ മന്നനായി കഴിയുന്ന ഗൾഫ് രാജ്യങ്ങളെ വീഴ്ത്തിയിടാനാണ് ട്രംപ് തീരുമാനിച്ചതെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാകേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തം കൂടിയാണല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യമാണ് അമേരിക്ക എന്നത് പലർക്കും അവ്യക്തതയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ട്രംപിന്റെ ഭരണകൂടത്തിന് കീഴിൽ അതിനെ പൂർണ്ണമായ തോതിൽ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒഴുകുന്ന സ്വർണത്തിന്റെ വലിയ ശേഖരമാണ് നമുക്ക് കാലടിക്ക് താഴെയുള്ളത്. അത് ഖനനം ചെയ്ത് അമേരിക്കയെ വീണ്ടും സമ്പന്ന രാജ്യമാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നത് പ്രചരണ സമയത്ത് തന്നെ ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ എന്ന മുദ്രാവാക്യവും അദ്ദേഹം ഇതോടനുബന്ധിച്ച് മുന്നോട്ട് വെച്ചു. ട്രംപിന്റെ തീരുമാനത്തോടെ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് കൂടുതൽ വിതരണം എത്തുകയും ഇത് വിലയിടിവിന് കാരണമാകുകയും ചെയ്തേക്കും. ഇത് ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ വമ്പന്മാരായ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളെ വൻതോതിൽ ബാധിക്കുമെന്നതിൽ തർക്കമില്ല. നിലവിലെ ആഗോള സാഹചര്യത്തിൽ വിപണിയിൽ US എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചാൽ ഒപ്പക് രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു വിശകലനം നമുക്ക് നോക്കാം. ട്രംപ് തന്റെ ആദ്യ ടൈമിൽ ചെയ്തതുപോലെ തന്നെ US ഊർജ്ജ സ്വാതന്ത്ര്യത്തിനും എണ്ണ ഉൽപ്പാദനത്തിനും മുൻഗണന നൽകുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്കൻ ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് എന്ന തന്ത്രം അദ്ദേഹത്തിന്റെ നയത്തിന്റെ മൂലക്കല്ലായി തുടരും. ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ മുൻകാല ഭരണത്തിനും സമാനം തന്നെയാണ്. എന്നാൽ ചില പുതുക്കിയ ആഗോള പ്രവണതകൾ ഇതിൽ കടന്നു വരാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. US ഷെയിൽ ഓയിൽ ഉൽപ്പാദനം ആഗോള വിപണിയിൽ ഒരു പ്രധാന ശക്തിയായി തുടരുന്നുണ്ട്. വിപണി സാഹചര്യങ്ങളോ പാരിസ്ഥിതിക ആശങ്കകളോ കാരണം ഉൽപ്പാദന വളർച്ച നേരിയ തോതിൽ മന്ദഗതിയിലായിരിക്കാമെന്നിരിക്കെ ട്രംപ് ഭരണകൂടം ഷെയിൽ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ടെക്സസ്, നോർത്ത് ഡക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്രില്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. ഊർജ്ജ സ്വാതന്ത്ര്യവും ദേശീയ സുരക്ഷയുമാണ് അടുത്ത ഘട്ടം. വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ട്രംപ് ചരിത്രപരമായി ഊന്നൽ നൽകിയിട്ടുള്ള ആളാണ്. രണ്ടാമത്തെ ടേമിൽ ആഭ്യന്തര എണ്ണ പരിവേഷണത്തിനും ഫെഡറൽ ഭൂമിയിൽ അതായത് ഓഫ്ഷോർ ഡ്രില്ലിംഗും ആർട്ടിക് പോലെയുള്ള മുമ്പ് നിയന്ത്രിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഡ്രില്ലിങ്ങിലുള്ള തുടർച്ചയായ പിന്തുണയെ ഇത് അർത്ഥമാക്കുന്നുണ്ട്. അതായത് ഡ്രില്ലിംഗ് കൂട്ടാൻ തന്നെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. ഇത് ആഗോള എണ്ണ വിപണിയിൽ USനെ പ്രബലനായ കളിക്കാരനായി നിലനിർത്തുക തന്നെ ചെയ്യും. ട്രംപ് തന്റെ ആദ്യ ടൈമിൽ എന്ന പോലെ ഫോസിൽ ഇന്ധനത്തിന് അനുകൂലമായ അജണ്ട പിന്തുടരുകയാണെങ്കിൽ പാരിസ്ഥിതിക ചട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഓയിൽ ഡ്രില്ലിംഗുമായി ബന്ധപ്പെട്ടവയിൽ തുടർന്നും ഇളവുകൾ ഉണ്ടായേക്കാം. ഇത് ആഭ്യന്തര ഉൽപ്പാദനത്തിന് കൂടുതൽ പിന്തുണയ്ക്കുന്നതാണ്. പ്രത്യേകിച്ച് പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എണ്ണ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഇത്തരം നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന നയമാണ് ട്രംപ് പിന്തുടരുക എന്നത് ശ്രദ്ധേയം തന്നെയാണ്. അതിന്റെ സൂചനകൾ നമുക്ക് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടല്ലോ. ആഗോളതാപനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന പാരീസ് ഉടമ്പടിയിൽ നിന്ന് വീണ്ടും പിന്മാറിയിരിക്കുകയാണ് അമേരിക്ക. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ US പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2017 സമാനമായ നീക്കം ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഉടമ്പടി എന്ന് ആരോപിച്ചായിരുന്നു അന്നത്തെ പിന്മാറ്റം. കാലാവസ്ഥാ സംരക്ഷണം വെറും തട്ടിപ്പാണെന്നും ഏറ്റവും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്ന ഇന്ത്യയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പാരീസ് ഉടമ്പടിയെന്നും ട്രംപ് അന്ന് ആരോപിച്ചിരുന്നു. പാരീസ് ഉടമ്പടി അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന നിലപാടാണ് ട്രംപിനുള്ളത്.
ഉടമ്പടിയുടെ ലക്ഷ്യത്തെ തന്നെ പിന്മാറ്റം ദോഷകരമായി ബാധിക്കുമെന്ന വിമർശനം അമേരിക്കയിൽ നിന്ന് തന്നെ അന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. 2015 ഡിസംബറിൽ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ചേർന്ന കാലാവസ്ഥാ ഉച്ചകോടിയാണ് ആഗോളതാപനം നിയന്ത്രിക്കാനുള്ള പുതിയ ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. ഈ ഉടമ്പടിക്ക് വേണ്ടി ഏറെ പരിശ്രമിച്ചയാളാണ് ട്രംപിന്റെ മുൻഗാമിയായ ബരാക് ഒബാമ. 2016 നവംബർ 4 നിലവിൽ വന്ന ഉടമ്പടി പ്രകാരം ഭൗമ താപനിലയിലെ വർധനവ് 2 ഡിഗ്രി സെൽഷ്യസിൽ അധികമാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുക, ക്രമേണ ആ വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കുക എന്നതാണ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തം പോലും. 2016 ഏപ്രിൽ 22 ഇന്ത്യ പാരീസ് ഉടമ്പടി അംഗീകരിക്കുന്നത്. ഉടമ്പടി പ്രകാരം ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുകയും വികസ്വര രാജ്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യണം. ഇതാണ് അമേരിക്കയുടെ എതിർപ്പിന് പിന്നിലുള്ള പ്രധാന കാരണം. ഖനനം മുന്നിൽ കണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടതെന്നും ചർച്ചയാകുന്ന വിഷയമാണ്. ആഗോള എണ്ണ വിതരണം നിയന്ത്രിക്കുന്നതിൽ ഒപെക് രാജ്യങ്ങളുടെ അവരുടെ ചരിത്രപരമായ പങ്ക് കണക്കിലെടുത്ത് US എണ്ണ ഉൽപ്പാദനം കൂടുതൽ വിപുലീകരിക്കുമെന്ന് ഒപെക് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം ആഗോള എണ്ണ വിപണിയിൽ മത്സരം വർദ്ധിപ്പിക്കുന്നതാണ്. അതിലെ പ്രധാന പ്രശ്നവും ഇത് തന്നെയാണ്. US എണ്ണ ഉൽപ്പാദനം എത്രയധികം വർദ്ധിപ്പിക്കുന്നുവോ അത്രയും ആഗോള എണ്ണവിലയിൽ സമ്മർദ്ദങ്ങൾ വരും. പ്രത്യേകിച്ചും യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിപണി വിഹിതത്തിനായി മത്സരിക്കുന്ന ഈ ഘട്ടത്തിൽ US അസംസ്കൃത എണ്ണ കയറ്റുമതി പ്രത്യേകിച്ച് ഷെയിലിൽ നിന്നുള്ള ഒപെക്കിന്റെ എണ്ണയ്ക്കുള്ള ഒരു മത്സര ബദലായി മാറുകയാണ്. US വിപണിയിൽ കൂടുതൽ എണ്ണ നിറയ്ക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത് വില കുറയ്ക്കും. തങ്ങളുടെ ബജറ്റ് സന്തുലിതമാക്കാൻ ഉയർന്ന വിലയെ ആശ്രയിക്കുന്ന ഒപെക് അംഗങ്ങളുടെ വരുമാനം കുറയുകയും ചെയ്തേക്കാം. രണ്ടാമത്തെ കാര്യം വില നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ കഴിവിനെയാണ് ഈ തീരുമാനം സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ്. ഉൽപാദനം പരിമിതപ്പെടുത്തി ഒപെക് പരമ്പരാഗതമായി ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നവരാണല്ലോ. എന്നിരുന്നാലും US എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഒപെക് രാജ്യങ്ങൾക്ക് വിപണിയിൽ നിയന്ത്രണം നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഉയർന്ന വിലയുള്ള ഷെയിൽ ഓയിൽ വിപണിയിൽ പ്രവേശിക്കുന്നത്. US ഉൽപാദനത്തിൽ നിന്നുള്ള വർദ്ധിച്ച വിതരണം വില സ്ഥിരത കൈവരിക്കാനുള്ള ഒപെക്കിന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ട്രംപിന്റെ ഭാഗത്തുനിന്നും, അതായത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനങ്ങൾ ഭാവിയിൽ ഒപെക് രാജ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബദൽ സംവിധാനങ്ങൾ ഒരുക്കി അമേരിക്കയ്ക്ക് കൂച്ചുവിലങ്ങിടാനായിരിക്കും അവരുടെ പദ്ധതി. വർദ്ധിച്ച ഉൽപാദനം വെട്ടിക്കുറയ്ക്കലായിരിക്കാം ആദ്യമായിട്ട് അവർ പദ്ധതിയിടുന്നത്. എണ്ണവില നിലനിർത്താൻ ഒപെക് സ്വന്തം ഉൽപാദനം കുറയ്ക്കുന്നത് തുടരാം. സൂചിപ്പിച്ചതുപോലെ ഇത് രാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഉയർന്ന ഉൽപാദന ചെലവുള്ള രാജ്യങ്ങൾക്കിടയിൽ ആന്തരികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒപെക് ഇതര നിർമ്മാതാക്കളുമായി കൂടുതൽ സഹകരണം തുടരുക എന്നതാണ്. ഒപെക് റഷ്യ പോലുള്ള രാജ്യങ്ങളുമായി മറ്റ് പ്രധാന നിർമ്മാതാക്കളുമായി വിതരണം കൈകാര്യം ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യും. എന്നാൽ US ഉൽപാദനം തുടർച്ചയായി വർദ്ധിക്കുന്നതോടെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കാം എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തര സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് അടുത്തതായിട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ഒപെക് അംഗങ്ങൾ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ നിർബന്ധിതരായേക്കാം. സാങ്കേതിക വിദ്യ, ടൂറിസം, പുനരുപയോഗം തുടങ്ങിയ എണ്ണ ഇതര മേഖലകളിൽ നിക്ഷേപം ത്വരിതപ്പെടുത്തുകയും ചെയ്തേക്കാം. നമുക്കറിയുന്ന കാര്യമാണ്, സൗദിയൊക്കെ ഇപ്പോൾ ഈ മാറ്റത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിഷൻ 2030 അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളതും. അന്താരാഷ്ട്ര വിപണിയിലെ വിലയിടിവ് പിടിച്ചു നിർത്താനായി എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് കഴിഞ്ഞ ഏതാനും മാസങ്ങളെ ഉൽപാദന നിയന്ത്രണം പാലിച്ചു വരികയാണ്. വിതരണം കുറച്ചുകൊണ്ട് വിലയിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ. ഈ നീക്കത്തിനിടെയാണ് ട്രംപിന്റെ പുതിയ നയം വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. പ്രകൃതിവാതകം ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി വിലയിടിവ് നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ലോകത്തെ പ്രമുഖ പ്രകൃതിവാതക ഉൽപാദകരായ ഖത്തർ മുന്നിൽ കാണുന്ന പ്രധാനപ്പെട്ട ഭീഷണി പോലും. ക്രൂഡ് ഓയിലിന്റെ ലോകത്തെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നീക്കങ്ങൾ ഏറെ അനുകൂലവുമാണ്. ആവശ്യമായ എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ട്രംപിന്റെ നയങ്ങൾ ആഗോള വിപണിയിൽ വിലയിടിവിന് കാരണമാകുന്നത് ഇന്ത്യക്ക് അനുഗ്രഹം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാമതായി നിൽക്കുന്നത് അമേരിക്കയാണ്. വരും കാലയളവിൽ ഈ ഇറക്കുമതി കൂടുതൽ ശക്തമാകുകയും ചെയ്തേക്കും. അപ്പോൾ ഇവിടെ നഷ്ടമുണ്ടാകുന്നത് GCC രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ലാഭമുണ്ടാക്കുന്നത് ഇന്ത്യക്കാണെന്ന് മനസ്സിലായല്ലോ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.